വയനാട് ലോക്സഭാ സീറ്റിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ സീറ്റിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി ആരെയാണ് ബി.ജെ.പി പരിഗണിക്കുക? ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് ബി.ജെ.പി. ചർച്ചകൾ തുടങ്ങിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങളും അടുത്തയാഴ്ച യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ സ്ഥാനാർത്ഥികളുണ്ടാവും. അഭ്യൂഹങ്ങൾ പലതും നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അതിനൊരു പ്രോസസ്സുണ്ട്. കേന്ദ്ര പാർലമെൻ്ററി ബോർഡ് ഉചിതമായ സമയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിപ്പോൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല. സുരേന്ദ്രനാണോ അല്ലെങ്കിൽ വേറെ ഒരു പേരാണോ എന്നുള്ളത് ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടത്തുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കരയിലെയും പാലക്കാട്ടെയും നിയമസഭാ മണ്ഡലം ആരൊക്കെയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളത്? സാധ്യതാ പട്ടിക നമുക്കൊന്ന് പരിശോധിച്ചു വരാം. വയനാട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത് പ്രഫുൽ കൃഷ്ണൻ, സന്ദീപ് വാര്യർ, ശോഭാ സുരേന്ദ്രൻ എന്നീ 3 പേരിൽ ഒരാളാണ് എന്നാണ് ആദ്യഘട്ട ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വോട്ട് വർദ്ധിപ്പിച്ചത് ബി.ജെ.പി ക്യാമ്പുകളിൽ ഉണർവ് പകർന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ വയനാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കെ സുരേന്ദ്രൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ ക്യാമ്പയിനർ മാനേജറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പ്രഫുൽ കൃഷ്ണൻ വയനാട് വടകരയിൽ നിന്ന് കനത്ത മത്സരം കാഴ്ചവെച്ചതിന് ശേഷമാണ് വടകരയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്താൻ സാധ്യതയുള്ളത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലോ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പരിഗണിച്ച സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെയും അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഈ 2 പേരുകളാണ് പ്രധാനമായും പാലക്കാട് നമ്മൾ കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വോട്ടുയർത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ശോഭ എത്തിയാൽ ആറ്റിങ്ങലിൽ ശോഭാ മാജിക്, ആലപ്പുഴയിലെ ശോഭാ മാജിക് പാലക്കാട്ടെ ശോഭാ മാജിക്കാക്കി മാറ്റാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി.ജെ.പി. ചേലക്കരയിൽ ആലത്തൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ടി.എൻ. സരസു, ഷാജു മോൻ വട്ടേക്കാട് എന്നിവരെയാണ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. സരസു 1 ലക്ഷത്തിലധികം വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിടിച്ചത്. ടി.എൻ. സരസുവിനെ നിർത്തിയാൽ ചേലക്കരയിൽ കടുത്ത രാഷ്ട്രീയമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പിയും കരുതുന്നു. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ബി.ജെ.പി നേതൃയോഗം 29-ന് എറണാകുളത്ത് നടക്കും. വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി.എസ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഇത് അന്തിമ ലിസ്റ്റല്ല. പ്രാരംഭഘട്ടത്തിലെ ചർച്ചയിൽ ഉയർന്നു വന്ന പേരുകളായിട്ടല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടത്? വി.എസ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ബി.ജെ.പി ഔദ്യോഗികമായി ചർച്ചകൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിടാനാണ് 29-ന് എറണാകുളത്ത് നേതൃയോഗം വിളിച്ചിട്ടുള്ളത്. ആ നേതൃയോഗത്തിന് മുന്നോടിയായി കോർ കമ്മിറ്റി ചേരും. ആ കോർ കമ്മിറ്റിയിലായിരിക്കും നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പോൾ നേതാക്കന്മാർക്കിടയിൽ അനൗദ്യോഗികമായി തുടങ്ങിയ ആ ചർച്ചയിൽ ഉൾപ്പെട്ട ചില പേരുകളാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ബി.ജെ.പിയെ സംബന്ധിച്ച് സാധ്യതയുള്ള പേരുകൾ തന്നെയാണിത്. പാലക്കാടിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ശ്രീധരൻ കളത്തിലിറങ്ങി ഷാഫി പറമ്പിലുമായി ഇഞ്ചോടിഞ്ചു മത്സരത്തിലാണ് ഷാഫി പറമ്പിൽ കടന്നുകൂടിയത്. സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായി തന്നെ പാലക്കാട് ബി.ജെ.പി പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. സി കൃഷ്ണകുമാരൻ പാലക്കാട്ടുകാരനാണ്. പാലക്കാടിൻ്റെ മുഖമായി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വളർന്നു വന്ന നേതാവാണ്. പാലക്കാട് നഗരസഭയുടെ ചുമതലയുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ പാലക്കാടുമായി അഭേദ്യമായ ബന്ധമുള്ള, പാലക്കാട്ടുകാരുമായി ഹൃദയബന്ധമുള്ള നേതാവാണ് സി കൃഷ്ണകുമാർ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് വലിയ മുന്നേറ്റം ബി.ജെ.പി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് പാലക്കാട്ട് ബി.ജെ.പി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ശ്രീധരൻ അതിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്, അതിലും കുറഞ്ഞ മാർജിനിലാണ് പരാജയപ്പെട്ടത്. സ്വാഭാവികമായിട്ടും സി കൃഷ്ണകുമാറിന് തന്നെയാണ് അവിടെ ഒരു എഡ്ജുള്ളത്. പക്ഷേ അതിലൊരു എക്സംഷൻ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യത, സി കൃഷ്ണകുമാർ താല്പര്യമുള്ള നിയമസഭാ മണ്ഡലം മലമ്പുഴയായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. മറ്റൊരു പേര് ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട്ട് സി കെ പത്മനാഭന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. ചില പ്രാദേശികമായ എതിർപ്പുകൾ മൂലം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഉപേക്ഷിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ പാലക്കാട്ട് വേരുകളുള്ള, പാലക്കാട്ട് സ്വാധീനമുള്ള, സംസ്ഥാനത്തുടനീളം സ്വാധീനമുള്ള നേതാവാണ്. ഒരു കാറ്റഗറിയിലും പെടാത്ത ബി.ജെ.പിയുടെ സി കാറ്റഗറിയിൽപ്പെട്ട ആലപ്പുഴ മണ്ഡലത്തിൽ പോലും വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു സ്റ്റാർ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനെ
മത്സരിപ്പിച്ച് പാലക്കാട് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതിന് ചില ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ എതിരായേക്കാം. എങ്കിൽ കൂടി ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യതയാണ് പാലക്കാട് കൽപ്പിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ പാലക്കാട്ട് പ്രാദേശികമായി സ്വാധീനമുള്ള സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ചേലക്കര മണ്ഡലത്തിലേക്ക് വന്നാൽ അത് TN സരസു. ആലത്തൂരിൽ വലിയ മുന്നേറ്റം, സംസ്ഥാനത്ത് നിന്ന് വലിയ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ് TN സരസു. ആ സരസുവിനെ മത്സരിപ്പിക്കാം. അല്ലെങ്കിൽ SC മോർച്ചയുടെ നേതാവായിട്ടുള്ള ഷാജുമൻ മട്ടക്കാട്. അതുപോലെ ചേലക്കരയിൽ തന്നെ പെട്ടിട്ടുള്ള തിരുവല്ലാമല പഞ്ചായത്ത് BJP നേരത്തെ ഭരിച്ചപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിട്ടുള്ള K ബാലകൃഷ്ണനുണ്ട്. അദ്ദേഹത്തെയും പ്രാദേശിക നേതാക്കന്മാരാണെങ്കിൽ അദ്ദേഹത്തെയും പരിഗണിക്കാം. വയനാട്ടിൽ പക്ഷേ പ്രിയങ്ക ഗാന്ധിയാണ്. അതുകൊണ്ടൊരു സംസ്ഥാന മുഖം തന്നെ മത്സരിക്കണം. നല്ല മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയോട് K സുരേന്ദ്രൻ മത്സരിച്ചതാണ്. ഇനിയൊരു പക്ഷേ K സുരേന്ദ്രൻ വീണ്ടും അവിടെ രംഗത്തിറങ്ങാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് K സുരേന്ദ്രൻ്റെ ഒരു പിൻഗാമിയൊക്കെ ആയി കാണുന്ന പ്രഫുൽ കൃഷ്ണൻ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, വടകരയിൽ വലിയ പോരാട്ടം നടത്തിയ നേതാവാണ്. പ്രഫുൽ കൃഷ്ണൻ അവിടെ കളത്തിലിറക്കിയേക്കാം. അല്ലെങ്കിൽ സന്ദീപ് വാര്യരോ ശോഭാ സുരേന്ദ്രനോ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഓക്കെ, VS രഞ്ജിത്താണ് പ്രാരംഭഘട്ട BJP ചർച്ചകളെ ആധാരമാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.